അയ്യോ, വളരെ നല്ല തീരുമാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, എല്ലാരും ഒന്ന് വിളിച്ചു പറ. ഞാൻ ആ ഫോണിൽ അവിടെ ഉണ്ട്. എന്തായാലും താമസിപ്പിക്കണ്ട കേട്ടോ. എല്ലാവർക്കും സന്തോഷമാവട്ടെ. ഹലോ, കേശവൻ നായർ എന്നെ അത്യാവശ്യമായിട്ട് കാണാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് ഭയന്നു. സംഗതി ഇതാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായി. നല്ലൊരു കാര്യമാണ്. ഞാൻ നിങ്ങളെടുക്കുന്ന ഈ തീരുമാനത്തിന് 100% സപ്പോർട്ട്. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അത് മാത്രമല്ല, ഓണമായിട്ട് എവിടെ പോയി ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. എന്തായാലും ഒരു ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തു. ആ സമയത്താ കേശവൻ നായർ സാർ എന്നെ വിളിക്കുന്നത്. എന്തായാലും വിളിച്ചതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കാമല്ലോ. സന്തോഷമായി. എന്തായാലും ഈ ഓണത്തിന് ഭക്ഷണമില്ല എന്നുള്ളതിന്റെ വിഷമമൊക്കെ മാറിയല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുഡ് വില്ല് എന്ന് പറയുന്നത് കേട്ടാ. 5 ദിവസത്തെ ഓണവും ഓരോരുത്തരും ബുക്ക് ചെയ്ത സ്ഥിതിക്ക് തൊട്ടടുത്ത ദിവസത്തെ ഏതെങ്കിലും ഒരു ദിവസം നല്ല ഒരു രീതിയിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തണമെന്നാണ് എൻ്റെ മോള് കുവൈറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതും പ്രകാരം എനിക്ക് അത് നടത്താൻ വളരെ ആഗ്രഹമാണ്. നല്ല കാര്യം. എൻ്റെ വീട്ടിലെ ടീച്ചർ ഇത് തന്നെ പറഞ്ഞു. ഒരു ദിവസം ഞാനും നടത്തുന്നതായിരുന്നു. നല്ല അടിപൊളി ഒരു പാർട്ടി, നമുക്കൊരു ഗെറ്റ് ടുഗദർ. പിന്നെ നമുക്ക് വക്കീൽ സാറിനെ കൂടെ വിളിക്കണം. അദ്ദേഹത്തിന് വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ഒരു മകന്റെ അടുത്ത് പോകാനിരിക്കുക. അയ്യോ, അങ്ങനെ ആണെങ്കിലേ പെട്ടെന്ന് പറയണം. അല്ലെ ടിക്കറ്റ് അങ്ങനെ ബുക്ക് ചെയ്താലേ പിന്നെ അത് ഇരട്ടി വിലക്കേടാ. ഇന്നെ പറയാം, ഇന്നെ പറയാം. എന്താ വിളിച്ചാലേ അദ്ദേഹത്തിന്റെ പ്രസംഗം അടിപൊളിയാണ്. നല്ല പ്രസംഗം, അടിപൊളി പ്രസംഗം. അല്ല വക്കീൽ നല്ലപോലെ സംസാരിക്കും. എന്നാ ഞാൻ എനിക്ക് ക്ലബിൽ ഒന്ന് പോകണം. ഓ ശരി ശരി ശരി. അപ്പൊ ശരി, പറഞ്ഞ പോലെ എനിക്കും പോകണം. എനിക്ക് വേദികയുടെ ഒരു പരിപാടി ഉണ്ട്. വേദികയുടെ വേദികയുടെ മെമ്പറാണോ? ഓക്കെ ഓക്കെ, നടക്കട്ടെ നടക്കട്ടെ. അതെ അതെ. ഓ ശരി 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 എന്നാ. ഓ സായി സാറേ. ഓ ഞാനിവിടെ ഉണ്ട് സാറേ. എന്താ പതിവില്ലാതെ? ഞാൻ വെറുതെ ഒന്ന് കാണാൻ വന്നാണപ്പാ. ഓണമൊക്കെ അല്ലേ, ഓണത്തിന് എന്താ പരിപാടി? മക്കള് വരുവോ? ഓ എവിടെ, ആരും വരുത്തില്ല. ഓണത്തിന് 5 ദിവസത്തെ ലീവ് പറഞ്ഞ് ജോലിക്കാരി പോയിരിക്കുക. എന്നാലേ അതിനൊരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്തോ സാറേ പരിഹാരം? ഈ തിരുവോണ ദിവസമേ നമ്മളെപ്പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരുടെ ചേർന്ന് ഉഗ്രന്റെ ഒരു ഓണസദ്യ എങ്ങനെയുണ്ട്? അടിപൊളി സാറേ. പിന്നെ കാറ്ററിംഗ് പാർട്ടി നമ്മുടെ സന്തോഷമുണ്ട് സാറേ. അടിപൊളി കാറ്ററിംഗ് അല്ലേ. പിന്നെ നമ്മളെ ഓഡിറ്റോറിയം കിടക്കുകയല്ലേ, അവിടെ വെച്ച് നമുക്ക് നടത്താം.